ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ജെനറ്റിക് കോഡ്. നമുക്കറിയാം mRNAയിൽ ഏത് പ്രോട്ടീനാണ് ഉണ്ടാവേണ്ടതെന്നുള്ള മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിഫറെൻറ്റ് അമിനോ ആസിഡുകളുടെ കോമ്പിനേഷനാണ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ മെസ്സഞ്ചർ RNAയിൽ കോഡുണ്ട്. ഏത് അമിനോ ആസിഡാണ് വരേണ്ടത്, ഫസ്റ്റ് ഏത് അമിനോ ആസിഡ് വരണം, സെക്കൻഡ് ഏത് അമിനോ ആസിഡ് വരണം എന്ന് കോഡുണ്ട്. ആ കോഡിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് കോഡ്. അപ്പോൾ ജെനറ്റിക് കോഡ് എന്താണെന്ന് പറയാം. mRNAയിലെ സീക്വൻസ് ആണ്. സീക്വൻസ് ഇൻ mRNA which determines amino acid. അതിനെയാണ് നമ്മൾ ജെനറ്റിക് കോഡ് എന്ന് വിളിക്കുക. mRNAയിലെ സീക്വൻസ് അത് ഒരു അമിനോ ആസിഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജെനറ്റിക് കോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ജെനറ്റിക് കോഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോട്ടൽ 4 ലെറ്റേഴ്സ് ആണുള്ളത് അല്ലെ, 4 ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. അഡെനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണല്ലോ. ടോട്ടൽ പ്രോട്ടീൻ ഫോമിംഗ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് 20 ആണുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണം. അതിന് വേണ്ടി 4 ലെറ്റേഴ്സ് ആണുള്ളത്. 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടി 4 ലെറ്റേഴ്സ് ആണുള്ളത്. സപ്പോസ് ഇപ്പോൾ ഒരു അമിനോ ആസിഡ് ഒരു ലെറ്റർ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 4 അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജെനറ്റിക് കോഡ് എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ മാത്രം വരുന്നതല്ല, സിംഗ്ലറ്റ് അല്ല. ഓക്കെ ആണല്ലോ. ജെനറ്റിക് കോഡ് സിംഗ്ലറ്റ് അല്ല. കാരണം നമ്മൾ ഓരോ ലെറ്റർ ആകെ AUGC ഈ 4 ന്യൂക്ലിയോടൈഡ്സ് മാത്രമാണ് RNAയിൽ വരുന്നത്. ഓരോന്നും ഓരോ അമിനോ ആസിഡിനെ വെച്ച് കോഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 4 അമിനോ ആസിഡിനെ മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത, അതായത് 4:1 അത്രയും കോമ്പിനേഷൻസേ വരുന്നുള്ളൂ. അപ്പം 4 അമിനോ ആസിഡിനെ മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ മാത്രമുള്ളതല്ല, അതായത് സിംഗ്ലറ്റ് അല്ല. ഇനി AA, AU, AG, AC അതാണോ നോക്കാം. ഒരു ന്യൂക്ലിയോടൈഡിനെ കോഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഡബിൾ ലെറ്റ് ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഡബിൾ ലെറ്റ് ആണെങ്കിൽ പോസിബിലിറ്റി 16 ആണ്. 4:2 16 കോഡോൺസ് പോസിബിൾ ആണ്. അപ്പോൾ എന്നാലും എന്തുണ്ട്, 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ 16 കോഡോൺസ് ആർ നോട്ട് പോസിബിൾ. ശരിയാണല്ലോ. അപ്പോൾ ജെനറ്റിക് കോഡോൺ ഡബിൾ ലെറ്റും അല്ല. നമുക്ക് നോക്കാം ജെനറ്റിക് കോഡോൺ AUG, AUC അങ്ങനെയൊക്കെ UGC അങ്ങനെയൊക്കെ വരുന്നതാണോ, അങ്ങനെ ട്രിപ്ലെറ്റ് ആണോ, 3 ലെറ്റർ ചേർന്നാണോ എന്ന് നമ്മൾ നോക്കാം. 3 ലെറ്റർ ചേർന്നാണെങ്കിൽ 4:3 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 4:3 എന്ന് പറയുമ്പോൾ 16 into 4 എന്ന് പറയുമ്പോൾ 64 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 20 അമിനോ ആസിഡേ ഉള്ളൂ, 64 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ജെനറ്റിക് കോഡോൺ 3 ലെറ്റർ വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിനെ കോഡ് ചെയ്യാൻ അധികം വരികയും ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെ സയന്റിസ്റ്റ് പ്രൂവ് ചെയ്തു ജെനറ്റിക് കോഡോൺ ട്രിപ്ലെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് 3 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 3 ന്യൂക്ലിയോടൈഡ്സ് ചേരുന്നതാണ് ഒരു ജെനറ്റിക് കോഡ് എന്ന് പ്രൂവ് ചെയ്തു. ഇങ്ങനെ പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗെമ്മോവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രൂവ് ചെയ്ത് ജെനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗെമ്മോവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രൂവ് ചെയ്തത്. ജെനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗെമ്മോവ്. ഒരു ഫിസിസിസ്റ്റ് ആണ്, ഫിസിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ ജോർജ് ഗെമ്മോവ് പ്രൂവ് ചെയ്തു ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് ആണ്. അപ്പോൾ mRNAയിൽ കാണുന്ന ജെനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു ജോർജ് ഗെമ്മോവ്. അങ്ങനെ 64 കോഡോൺസ് പോസിബിൾ ആണ്. ഈ 64 കോഡോൺസ് പോസിബിൾ ആണ്. ഇതിലെ 61 മാത്രമേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. 61 കോഡ് ഫോർ അമിനോ ആസിഡ്സ് ആൻഡ് 3 does not code for any amino acid. 3 codons does not code for any amino acid. നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ. They are called as stop codons. എന്തിനാ? ഈ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആണ് ഇവർ ഹെൽപ്പ് ചെയ്യുക. ഈ 3 പേര് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അവർ ഏതൊക്കെയാണെന്ന് പറയുകയാണ്, സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണെന്ന് പറയുകയാണ്. 3 എണ്ണം ഉണ്ട്. UAA, അത് നിങ്ങളൊന്ന് പഠിക്കുക. UAA എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു A മാറ്റി G ആക്കുക. ഏതെങ്കിലും ഒരു A മാറ്റി G ആക്കുക. ഇനി അടുത്തൊരു UGA, UAA, UAG, UGA ഇത് 3 സ്റ്റോപ്പ് കോഡോൺ. കാര്യം എന്തെന്നാൽ ഇവർ 3 പേരും ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ജെനറ്റിക് കോഡ് ആണ്. ഈ ജെനറ്റിക് കോഡിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് പോയിന്റ് ആണ് ജെനറ്റിക് കോഡിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ജെനറ്റിക് കോഡ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് ആണ്. ട്രിപ്ലെറ്റ് ആണെന്ന് പറഞ്ഞു.
ആണല്ലോ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ജെനറ്റിക് കോഡ് ഈസ് ട്രിപ്ലെറ്റ്. സോ 64 codons are possible. Out of the 64, 61 code for amino acids. Amino acid നെ കോഡ് ചെയ്യുന്നത് 64 ആണ്. മൂന്നെണ്ണം സ്റ്റോപ്പ് കോഡ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു UAA, UAG and UGA. ഈ മൂന്നെണ്ണമാണ് സ്റ്റോപ്പ് കോഡൺ. മൂന്ന് പേര് സ്റ്റോപ്പ് കോഡോൺസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് കോഡൺ. രണ്ടാമത്തെ പോയിന്റ് ആണ് genetic codon is degenerate. രണ്ടാമത്തെ പോയിന്റ് ആണ് genetic codon is degenerate. genetic code is degenerate. അതായത് 61 കോഡോൺ ഉണ്ട്, 20 അമിനോ ആസിഡ്സ് ആണുള്ളത്. 20 നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ആണുള്ളത്, 61 കോഡോൺ ഉണ്ട്. അപ്പോൾ ചില അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ മെനി കോഡോൺസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. നമ്മൾ ഡീജനറേറ്റ് എന്ന് പറഞ്ഞു. some amino acids are coded by many codon, more than one codon. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡീജനറസി. or the genetic code is said to be degenerate. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് ആണ് genetic code nearly universal ആണ്. genetic code universal അല്ല, nearly universal ആണ്. nearly universal means എല്ലാ കേസിലും എല്ലാ ഏത് ഓർഗാനിസം എടുത്താലും ബാക്ടീരിയ ആയിക്കോട്ടെ, കിങ്ഡം പ്രൊട്ടിസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാ കേസിലും ഒബേ ചെയ്യും, എല്ലാ കണ്ടീഷനിലും ഒബേ ചെയ്യും. അങ്ങനെയാണ് ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സൽ അല്ല, അത് 99.9% കണ്ടീഷനും യൂണിവേഴ്സൽ ആണ്. പക്ഷേ റയർ ആയിട്ട് അല്ലാതെയും വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് നിയർലി യൂണിവേഴ്സൽ. ജെനറ്റിക് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. അപ്പൊ അത് എവിടേക്കാണ് അറിയുമോ ഒബേ ചെയ്യാതെ വരുന്നത്? ഈ ജെനറ്റിക് കോഡ് ഈ ഡിനി ഒരു കാര്യം, ഈ കോഡോൺസ് ഈ അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒബേ ചെയ്യാതെ വരുന്ന കണ്ടീഷൻസ് ആണ്, ഒബേ ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഒന്ന് മൈറ്റോകോൺഡ്രിയൽ ജീനിലും മൈറ്റോകോൺഡ്രിയൽ ജീനിന്റെ കേസിലും ആൻഡ് സം പ്രോട്ടോസോവൻസിന്റെ കേസിലുമാണ് ഇത് ഒബേ ചെയ്യാതെ വരുന്നത്. ഓക്കെ ആണല്ലോ. ബാക്കി എല്ലാ കേസിലും ജെനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ്. ജെനറ്റിക് കോഡ് യൂണിവേഴ്സൽ അല്ലാത്തത് മൈറ്റോകോൺഡ്രിയൽ ജീൻസിന്റെ കേസിലും സം പ്രോട്ടോസോവൻസിന്റെ കേസിലും മാത്രമാണ് ജെനറ്റിക് കോഡ് യൂണിവേഴ്സൽ അല്ലാതെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം ജെനറ്റിക് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. നമ്മൾ ജെനറ്റിക് കോഡ് നമ്മൾ എഴുതുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഇറ്റ് ഷുഡ് റൈറ്റ് കണ്ടിന്യൂസ്ലി. It should be continuous. നമ്മളൊരു കോഡോൺ എഴുതി നമുക്ക് എന്താന്ന് പറയുകയാണ്, ഇപ്പൊ UAG എന്നൊരു കോഡോൺ എഴുതി ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സ്പേസ് ഒന്നും ഇടാൻ പാടില്ല. ഇനി അടുത്തത് CAC ഇങ്ങനെ നമ്മൾ സ്പേസ് ഇടാൻ പാടില്ല. അതുപോലെ CAC കോമ ഇതൊന്നും നമ്മൾ ഇടാൻ പാടില്ല. കോമ ഇട്ടിട്ട് GAG നമ്മൾ ഇടാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ഇങ്ങനെ സ്പേസ് ഇടാൻ പാടില്ല. അങ്ങനെ പങ്ക്ച്വേഷൻസ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് കൂടി പറയാം. പക്ഷെ അത് ഇപ്പോഴത്തെ NCERT ടെക്സ്റ്റിൽ ആ ഒരു പോയിന്റ് എക്സ്ക്ലൂഡ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. ആ ഒരു പോയിന്റ് കൂടി പറയാം. അത് മിക്കവാറും എൻട്രൻസിലൊക്കെ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ജെനറ്റിക് കോഡ് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് മീൻസ് അൺആംബിഗ്യുവസ് ആണ്. അതാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. ജെനറ്റിക് കോഡ് ഈസ് നമ്മുടെ ഇപ്പോഴത്തെ NCERT ടെക്സ്റ്റിൽ ആ പോയിന്റ് ഇല്ല. അടുത്തൊരു പോയിന്റ് പറയുന്നതാണ്, ഒരു ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ പറയുന്നതാണ് ജെനറ്റിക് കോഡ് ഈസ് സ്പെസിഫിക് എന്ന് പറയാം. സ്പെസിഫിക് എന്ന് പറഞ്ഞ ഉപയോഗിക്കുന്ന വേറൊരു പേരാണ് അൺആംബിഗ്യുവസ് ആണ്. അൺആംബിഗ്യുവസ് ആണ്. അതിന്റെ മീനിങ് എന്തെന്നാൽ എല്ലായ്പ്പോഴും ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുകയുള്ളൂ. ഒരു കോഡോൺ. ഓക്കെ ആണല്ലോ. അത് ഒരു കോഡോൺ എല്ലായ്പ്പോഴും ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുകയുള്ളൂ. ഒരു കോഡോൺ ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുകയുള്ളൂ, മാറില്ല. ഓക്കെ ആണല്ലോ. എല്ലാ കണ്ടീഷനും അങ്ങനെ ആയിരിക്കും. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് കണ്ടുപിടിച്ച കോഡോൺ ആണ് UUU. ഈ UUU കോഡ് ചെയ്യുന്നത് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെയാണ്. നമ്മൾ പഠിച്ചിരുന്നു ഫീനൈൽ കീറ്റോൺ യൂറിയയിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഫീനൈൽ അലാനിൻ കൺവേർട്ട് ചെയ്ത് തൈറോസിനാകുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു അമിനോ ആസിഡ് ആണ് ഫീനൈൽ അലാനിൻ. അതിനെ കോഡ് ചെയ്യുന്ന കോഡോൺ ആണ് UUU. ഈ UUU always code for
ഫീനൈൽ കീറ്റോൺ ഫീനൈൽ അലാനിൻ. വേറൊരു അമിനോ ആസിഡിനെയും ഈ UUU കോഡ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. UUU എല്ലായ്പ്പോഴും കോഡ് ചെയ്യുന്നത് ഫീനൈൽ അലാനിനെ തന്നെയായിരിക്കും. അതായത് എപ്പോഴും ഓരോ കോഡും സ്പെസിഫിക് ആയിരിക്കും. ഇതിനാണ് നമ്മൾ ജനറ്റിക് കോഡ് സ്പെസിഫിക് ആണ് അല്ലെങ്കിൽ അൺആംബിഗ്യുവസ് ആണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജനറ്റിക് കോഡ്സ് ആണ്. അതായത് ഓരോരോ കോഡോണും ഏതൊക്കെ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. നമുക്കറിയാം 61 അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നുണ്ട്, 3 does not code for any അമിനോ ആസിഡ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൽ ഓരോ കോഡോണും ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് മാർഷൽ നീരൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. മാർഷൽ നീരൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. ഇദ്ദേഹമാണ് ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചത്. ജനറ്റിക് കോഡിന്റെ ഐഡന്റിഫിക്കേഷൻ ചെയ്തത് മാർഷൽ നീരൻബർഗ് ആണ്. അതിന് മാർഷൽ നീരൻബർഗ് യൂസ് ചെയ്തത് അയാളുടെ ഒരു ഐഡിയ ഉണ്ട്. അയാളുടെ ഒരു ഐഡിയ ആയിരുന്നു സെൽ ഇല്ലാതെ തന്നെ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാം, ആർട്ടിഫിഷ്യലി പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാം. സെൽ ഇല്ലാതെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് അയാൾ കണ്ടുപിടിച്ചിരുന്നു. അയാൾ ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ജനറ്റിക് കോഡിനെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ മാർഷൽ നീരൻബർഗിന്റെ കൺസെപ്റ്റ് ആയിരുന്നു. അയാൾ യൂസ് ചെയ്ത ടെക്നിക്കാണ്, അയാളുടേതായ ടെക്നിക്ക്, അയാൾ ഡെവലപ്പ് ചെയ്ത ടെക്നിക്കാണ് സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആണ് മാർഷൽ നീരൻബർഗിന്റെ അയാൾ കണ്ടുപിടിച്ച ടെക്നിക്ക്. ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ജനറ്റിക് കോഡിനെ ഐഡന്റിഫൈ ചെയ്തത്. മറ്റു രണ്ട് സയന്റിസ്റ്റിന്റെ ഹെൽപ്പോടും കൂടി മാർഷൽ നീരൻബർഗിന് വേണ്ടി വന്നു. മറ്റു രണ്ട് സയന്റിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ജനറ്റിക് കോഡിനെ ഐഡന്റിഫൈ ചെയ്തത്. ആ രണ്ട് സയന്റിസ്റ്റ് ആണ്, ഒന്ന് ഹർഗോബിന്ദ് ഖൊറാന, ഒരു സയന്റിസ്റ്റ് ആണ് ഹർഗോബിന്ദ് ഖൊറാന. വേറൊരു സയന്റിസ്റ്റ് ആണ് സെവറോ ഒക്കോവ. ഈ രണ്ട് സയന്റിസ്റ്റിന്റെയും കൂടി ഹെൽപ്പോട് കൂടിയാണ് ഇവരും ഓരോ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തു. നമ്മൾ പറഞ്ഞ മാർഷൽ നീരൻബർഗാണ് ജനറ്റിക് കോഡ് ഐഡന്റിഫൈ ചെയ്ത്. അതിനുവേണ്ടി അയാൾ യൂസ് ചെയ്ത സ്വന്തം ടെക്നിക്കാണ്, അയാളുടേതായ ടെക്നിക്കാണ് സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ആർട്ടിഫിഷ്യലി പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാം. പക്ഷെ അയാളുടെ ആ ഒരു കൺസെപ്റ്റ് മാത്രമല്ല, ഇവരെ രണ്ടുപേരുടെ കൺസെപ്റ്റും കൂടി യൂസ് ചെയ്തിട്ടായിരുന്നു ഇയാൾ ചെയ്തത്. ഹർഗോബിന്ദ് ഖൊറാനയുടെ കൺസെപ്റ്റ്, ഹർഗോബിന്ദ് ഖൊറാന ഡെവലപ്പ് ചെയ്ത ടെക്നിക്കാണ് ആർട്ടിഫിഷ്യലി RNA ഉണ്ടാക്കാം. സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA. ഇത് സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആയിരുന്നു. ഇയാൾ കണ്ടുപിടിച്ചു സെൽ ഫ്രീ ആയിട്ട് RNA ഉണ്ടാക്കാം. സെൽ ഫ്രീ ആയിട്ട്, അതായിരുന്നു ഹർഗോബിന്ദ് ഖൊറാനയുടെ കണ്ടുപിടിച്ച ടെക്നിക്ക്. അപ്പൊ ഹർഗോബിന്ദ് ഖൊറാനയുടെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു RNA ഉണ്ടാക്കാം. അവർ ആദ്യം ഉണ്ടാക്കിയ RNA ആണ് ഫീനൈൽ അലാനിൻ മാത്രം. UUU എന്നുള്ള ഒരു UUU ഇങ്ങനെ ഒരു RNA ഉണ്ടാക്കി. ആർട്ടിഫിഷ്യലി അവർ ഇങ്ങനെ RNA ഉണ്ടാക്കി. അതിൽ യുറാസിൽ മാത്രമേ ഉള്ളൂ UUU. അത് നമുക്ക് പറയാം ഹോമോ പോളിമർ ഓഫ് യുറാസിൽ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഉണ്ടാക്കിയ RNA ആണ് മാർഷൽ നീരൻബർഗ്. ഫസ്റ്റ് ഉണ്ടാക്കിയ RNA ആണ് ഹോമോ പോളിമർ ഓഫ് യുറാസിൽ അല്ലെങ്കിൽ ഹോമോ പോളിമർ ഓഫ് യൂറിഡിന്റെ ന്യൂക്ലിയോടൈഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ടെക്നിക്കും യൂസ് ചെയ്തു. ആ ഒരു ടെക്നിക്കിന്റെയും പിന്നെ സെവറോ ഒക്കോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എൻസൈം കണ്ടുപിടിച്ചു. ആ എൻസൈമിന്റെ പേരാണ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. എൻസൈം കണ്ടുപിടിച്ചു. സെവറോ ഒക്കോവ കണ്ടുപിടിച്ച എൻസൈം ആണ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. അത് വെച്ച് നമുക്ക് ആ ഒരു എൻസൈമിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള RNA നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. RNA മോഡിഫൈ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു RNA സിന്തസൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്, ഈ രണ്ട് ടെക്നിക്കും കൂടി യൂസ് ചെയ്താണ് മാർഷൽ നീരൻബർഗ് ആദ്യമായി ഹോമോ പോളിമർ ഓഫ് യുറാസിൽ UUU എന്നൊരു 5 പ്രൈം കൂടെ 5 പ്രൈം 3 പ്രൈം UUU എന്നൊരു RNA ഉണ്ടാക്കിയെടുത്തു. ആ RNA ആർട്ടിഫിഷ്യലി RNA പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ്
കോഡോൺ അങ്ങനെ മനസ്സിലായി. യു 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 ഇതെല്ലാം അവർക്ക് കിട്ടിയത് അവന് അപ്പോൾ കിട്ടിയ ആ ഒരു പ്രോട്ടീനിൽ ഉണ്ടായിരുന്ന എല്ലാം ഫിനൈൽ അലാനിൻ ഫിനൈൽ അലാനിൻ ഫിനൈൽ അലാനിൻ ആയിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി യു 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 എന്ന് പറയുന്ന കോഡോൺ ഫിനൈൽ അലാനിൻ എന്ന അമിനോ ആസിഡിനാണ് കോഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവർ ഓരോരോരോരോ കോഡോണുകൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ജനറ്റിക് കോഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ജനറ്റിക് കോഡ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് മാർഷൽ നീരൻബർഗ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർബറുഡ് ഹൊറാനയുടെ ടെക്നിക്കും സെവറോപ്പോയുടെ ടെക്നിക്കും. ഹർബറുഡ് ഹൊറാനയുടെ ടെക്നിക് ആയിരുന്നു സെൽഫ് ഫ്രീ സിന്തസിസ് ഓഫ് RNA ആൻഡ് സെവറോപ്പോയുടെ ടെക്നിക് ആയിരുന്നു പോളിന്യൂക്ലിയേറ്റഡ് ഫോസ്ഫോറിലേസ്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും കൂടി ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് മാർഷൽ നീരൻബർഗ് ഒരു അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള mRNA ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയ mRNA ആയിരുന്നു പോളി യുറാസിൽ മാത്രമുള്ള പോളി യു 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 എന്ന ഒരു mRNA ഉണ്ടാക്കി. ആ mRNAക്ക് ആർട്ടിഫിഷ്യലി പ്രോട്ടീൻ സിന്തസിസ് നടത്തി അങ്ങനെ ഓരോ ജനറ്റിക് കോഡോണും പിന്നെ ഫസ്റ്റ് ജനറ്റിക് കോഡോൺ ഫിനൈൽ അലാനിൻ ആണ് കണ്ടുപിടിച്ചത്. യു 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 കോഡ് ഫോർ ഫിനൈൽ അലാനിൻ എന്ന കാര്യം കണ്ടുപിടിച്ചു. പിന്നീട് ഓരോ ജനറ്റിക് കോഡും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. ഇങ്ങനെയാണ് ജനറ്റിക് കോഡിനെ ഐഡന്റിഫൈ ചെയ്തത്. ഈ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ ഇൻ ജനറ്റിക് കോഡ്. ഓക്കെ ആണല്ലോ. നമ്മൾ മ്യൂട്ടേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറേ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് മ്യൂട്ടേഷൻസ് ഇൻ ജനറ്റിക് കോഡ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പോയിന്റ് മ്യൂട്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. പോയിന്റ് മ്യൂട്ടേഷൻ പറയുമ്പോൾ ഒരു ബേസ് പെയറിനെ അഫക്റ്റുന്ന മ്യൂട്ടേഷൻ ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഒരു ബേസ് പെയർ എക്സ്ട്രാ വരുന്നു എന്നാണ് നമുക്ക് പറയാം അഡീഷൻ അല്ലെങ്കിൽ ഇൻസർഷൻ പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ഈ ഒരു ബേസ് പെയർ ആണ് ഇല്ലാതായി പോകുന്നു, ഡിലീറ്റ് ആയി പോകുന്നു. അപ്പൊ നമ്മൾ അതിലേക്ക് അങ്ങനെയുള്ള പോയിന്റ് മ്യൂട്ടേഷൻ ഡിലീഷൻ മ്യൂട്ടേഷൻ ആണ് പറയാം. ഇനി ഒരെണ്ണത്തിനെ മാറ്റി വേറൊന്ന് വരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ആണ്. എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ പോയിന്റ് മ്യൂട്ടേഷൻ ആണ് പറയുന്നത് ഡിലീഷൻ അഡീഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജനറ്റിക് കോഡ് നമുക്കറിയാം എല്ലാത്തിനും ട്രിപ്ലെറ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ ജനറ്റിക് കോഡിന്റെ റീഡിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് ആയിട്ടാണ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 5 പ്രൈം C A G A C C A U G A U G C C U U G വെറുതെ ഒരു RNA ഇങ്ങനെ എഴുതിയാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇത്രയും കോഡ് ഫോർ ഒരു അമിനോ ആസിഡ്, ഇത്രയും വേറൊരു കോഡാണ്. അപ്പോൾ അത് വേറൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. ഈ ഒരു പോർഷൻ വേറൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. ഇങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജനറ്റിക് കോഡ് എല്ലാവരും ട്രിപ്ലെറ്റ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്പേസ് ഇടാനോ കോമ ഇടാനോ ഒന്നും നമ്മൾ പാടില്ല. കോളൻ സെമി കോളൻ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാൻ നമുക്ക് അത് അലൗഡ് അല്ല. അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊരു മീനിങ് ഉണ്ട്, ഇതിനൊരു റീഡിംഗ് ഫ്രെയിം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഞാനൊരു മാറ്റം വരുത്തി, ഈ ജി ഞാൻ ഒഴിവാക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ റീഡിംഗ് നമ്മൾ റീഡ് ചെയ്ത ഫ്രെയിം ഫുള്ള് മാറി. ഇനിയിപ്പോ എങ്ങനെയായിരിക്കും വായിക്കുക? CAA ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഉള്ള എല്ലാം വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും വരിക ആണല്ലോ. അപ്പൊ എല്ലാ അമിനോ ആസിഡും ചേഞ്ച് ആവും. ഇങ്ങനത്തെ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ അമിനോ ആസിഡും ചേഞ്ച് ആവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വേർഡ് ആണ് റാം ഹാസ് റെഡ് ക്യാപ്. ഇത് ഓരോന്നും ട്രിപ്ലെറ്റ് പോലെ കാണാം. അപ്പൊ ഈ റീഡിംഗ് ഒരു മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു മീനിങ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ട്രിപ്ലെറ്റ് ആയിട്ട് വായിക്കുള്ളൂ എന്നിരിക്കട്ടെ. സപ്പോസ് നമ്മൾ ഇതിൽ ഒരു ലെറ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്ലെറ്റ് ആയിട്ട് എല്ലായ്പ്പോഴും വായിക്കുള്ളൂ. അതെങ്ങനെ വായിക്കേണ്ടി വരും? RMH പിന്നെ ട്രിപ്ലെറ്റ് വേണം. ASR EDC ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകും. അതെന്തായി? ഒരു മീനിങ് ഫുള്ള് പോയി. അതുപോലെയാണ് ഇവിടുന്ന് ഒരു ജനറ്റിക് കോഡ് പോയാലും ഒരു എക്സ്ട്രാ ജനറ്റിക് കോഡ് അല്ല, ഒരു ന്യൂക്ലിയോടൈഡ് വന്നാലും ഒരു ന്യൂക്ലിയോടൈഡ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഒരു ന്യൂക്ലിയോടൈഡ് കോഡൺ അല്ല, ഒരു ന്യൂക്ലിയോടൈഡ് എക്സ്ട്രാ വന്നാലോ ഒരു ന്യൂക്ലിയോടൈഡ് ഓൾറെഡി ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലോ ഇതേ എഫക്റ്റ് ഉണ്ടാകുന്നത്. അതായത് അതിന്റെ റീഡിംഗ് ഫ്രെയിം ഷിഫ്റ്റ് ആയി പോകും. ഇങ്ങനെ റീഡിംഗ് ഫ്രെയിം ഷിഫ്റ്റ് ആവുന്ന മ്യൂട്ടേഷൻസിനാണ് വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന് കാരണം എന്താണ്? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ സമയത്ത് റീഡിംഗ് ഫ്രെയിം ഷിഫ്റ്റ് ആവും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇൻസർഷൻ ഓർ ഡിലീഷൻ പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ഒന്നുകിൽ ഇൻസർഷൻ ഓർ ഡിലീഷൻ പോയിന്റ് മ്യൂട്ടേഷൻസ് ആണ്.
ഒരു ന്യൂക്ലിയോടൈഡ് എക്സ്ട്രാ വരുന്നു, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് ഡിലീഷൻ പോയിന്റ് മ്യൂട്ടേഷൻ, ഒരു ന്യൂക്ലിയോടൈഡ് എക്സ്ട്രാ വരുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നു. ഈ ഒരു കണ്ടീഷനിലാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നടക്കുക. ഓക്കെ ആണല്ലോ. എന്നാൽ ഒരു കോഡോൺ ഫുള്ളായിട്ട് മാറി, എന്നാലും നമുക്ക് റീഡിംഗ് ഫ്രെയിം മാറ്റൊന്നും വരുന്നില്ല. സപ്പോസ് ഇപ്പൊ പറയുകയാണ് റാം ഹാസ് റെഡ് ക്യാപ് എന്ന് പറയുന്നു. ഇതിന്റെ ഒരു കോഡോൺ ഫുള്ളായിട്ട് മാറുന്നു. ഒരു കോഡോൺ ഫുൾ അങ്ങ് മാറി, ഒരു 3 ന്യൂക്ലിയോടൈഡ് ഒരു കോഡോൺ ഫുള്ള് മാറിയാലും റീഡിംഗ് ഫ്രെയിമിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു പോർഷൻ പോയി മാത്രമേ ഉള്ളൂ, ഒരു അമിനോ ആസിഡ് പോയി, ബാക്കി റീഡിംഗ് ഫ്രെയിമിലൊന്നും കുഴപ്പം വരുന്നില്ല. ഓക്കെ ആണല്ലോ. ഇതാണ് ഉള്ള ഒരു മ്യൂട്ടേഷന്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ന്യൂക്ലിയസിന് കുറെ അങ്ങനെ ഒരു 25 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു mRNA ആണ്. അതിന്റെ 25 ന്യൂക്ലിയോടൈഡ്സ് 24 കോഡോൺ ഉള്ള ഒരു mRNA ആണ്. 25 കോഡോൺ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി സ്റ്റോപ്പ് കോഡോൺ ഇല്ല എന്നുണ്ടെങ്കിൽ 25 അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു പറയുകയാണ് അതിന്റെ സെക്കൻഡ് കോഡോണിൽ മ്യൂട്ടേഷൻ വന്നു. അത് സപ്പോസ് ഇങ്ങനെ പറയുകയാണ് AAG എന്നുള്ള ഒരു കോഡോൺ ആയിരുന്നു. ആ കോഡോണിന് മ്യൂട്ടേഷൻ വന്നിട്ട് UAG ആയിട്ട് മാറി. എന്തായിരിക്കും ഇതിന്റെ എഫക്ട്? നമുക്കറിയാം UAG സ്റ്റോപ്പ് കോഡോൺ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ എന്ത് ചെയ്യും? സെക്കൻഡ് പൊസിഷനിൽ സ്റ്റോപ്പ് കോഡോൺ വരും. പിന്നെ അങ്ങോട്ട് സിന്തസിസ് നടക്കില്ല. ഒരു അമിനോ ആസിഡിനെ മാത്രമേ അവിടെ ആഡ് ചെയ്യുകയുള്ളൂ. ശരിക്കും 25 അമിനോ ആസിഡിനെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ചേഞ്ച് വന്നിട്ട് AAG എന്നുള്ളത് മാറി UAG ആയിട്ട് മാറുന്നു. UAG ഒരു സ്റ്റോപ്പ് കോഡൺ ആണ്. സ്റ്റോപ്പ് കോഡൺ വന്നാൽ പിന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ടുള്ള സിന്തസിസ് ഒന്നും നടക്കില്ല. ഒരു അമിനോ ആസിഡിനെ മാത്രമേ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനത്തെ മ്യൂട്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ കുഴപ്പം പറയുന്നതാണ്. ഇങ്ങനെ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കോഡൺ മാറി സ്റ്റോപ്പ് കോഡൺ ആയി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതേസമയം ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന്റെ കേസിലാണെങ്കിൽ എൻറ്റയർ അമിനോ ആസിഡ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോട്ടീൻ പറഞ്ഞ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന്റെ കേസിൽ ഉണ്ടാവുന്നത്. കാര്യം ഓരോ കേസിലും ഇങ്ങനെ ഓരോ കോഡണും മാറി പോകും. പിന്നെ കോഡൺ മാറി പോകുമ്പോൾ ഉണ്ടാകുന്ന അമിനോ ആസിഡുകളും മാറി വരും. അപ്പൊ അമിനോ ആസിഡിന്റെ ഓർഡറുകൾ മാറി വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും, ഒരു നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഇൻഎഫക്റ്റീവ് ആയി പോകും. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ കേസിൽ ഒരു മ്യൂട്ടേഷൻ കോഡൺ എൻട്രൻസ് എക്സാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ പറഞ്ഞത്. 25 കോഡോൺ ഉള്ള ഒരു അമിനോ ആസിഡ് ഒരു mRNA ആണ്. ആ mRNA സെക്കൻഡോ അല്ലെങ്കിൽ 10th കോഡോൺ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ മാറി. 10th കോഡോൺ ഇങ്ങനെയായിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ട് UAG ആയിട്ട് മാറി. മിക്കവാറും ഒരു സ്റ്റോപ്പ് കോഡോൺ ആയിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ നോക്കണം സ്റ്റോപ്പ് കോഡോൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് അവിടെ വരെ സ്റ്റോപ്പ് കോഡോണിന് തൊട്ട് മുൻപ് വരെ അമിനോ ആസിഡിനെ ആഡ് ചെയ്യുകയുള്ളൂ. സ്റ്റോപ്പ് കോഡോൺ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമ്മൾ ജനറലി RNAയുടെ ഫങ്ഷൻസ് നമ്മൾ പറയുകയാണ്. RNA മെയിൻലി 3 ടൈപ്പ് RNA ഉണ്ട്. mRNA, rRNA and tRNA. 3 ടൈപ്പ് ഓഫ് RNA ഉണ്ട്. മെസഞ്ചർ RNA that is called as mRNA, ട്രാൻസ്ഫർ RNA that is called as tRNA and ribosomal RNA that is rRNA. അങ്ങനെ മെയിൻലി 3 ടൈപ്പ് ഓഫ് RNA ഉണ്ട്. mRNA, tRNA and rRNA. ഓക്കെ ആണല്ലോ. ഈ mRNAയുടെ ഫങ്ഷൻ ആണ് mRNA acts as template for protein synthesis. mRNA acts as template for protein synthesis. mRNA acts as template for protein synthesis. അപ്പോൾ അതിനാണ് മെസ്സേജ് ഇരിക്കുന്നത്. ഏത് ഫസ്റ്റ് ഏത് അമിനോ ആസിഡ് വരണം, ഫസ്റ്റ് ഏത് കോഡൺ അതിനനുസരിച്ച് ഒരു അമിനോ ആസിഡ് വരും. സെക്കൻഡ് ഏത് കോഡൺ അതിനനുസരിച്ച് അടുത്ത അമിനോ ആസിഡ് വരും. ഓരോ അമിനോ ആസിഡ് ആയിട്ട് ഏത് അമിനോ ആസിഡാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നവരാണ് mRNA. ഈ വരുന്ന അമിനോ ആസിഡിനെ കൊണ്ടുവരണമല്ലോ. ഈ അമിനോ ആസിഡിനെയൊക്കെ ഇവിടെയാണ് സെല്ലിന്റെ സിന്തസിസ് നടക്കുന്നിരിക്കട്ടെ. പക്ഷെ ഈ അമിനോ ആസിഡ് ഒക്കെ എവിടെയെങ്കിലും ആയിരിക്കും സെല്ലിന്റെ എല്ലാ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഈ പോർഷനിലാണെന്നിരിക്കട്ടെ. ഈ സെല്ലിൽ എവിടെയെങ്കിലും ഒക്കെ ആവും അമിനോ ആസിഡ് നിൽക്കുക. അമിനോ ആസിഡിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വരണം. അമിനോ ആസിഡിനെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. അമിനോ ആസിഡിനെ പിടിച്ചു കൊണ്ടുവരുന്ന ആളാണ് tRNA. അപ്പൊ അവരുടെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ്. അതാണ് അവരുടെ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ് ആണ് ഇവരുടെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിനെ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതുകയാണ്. അടുത്താണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഇവരാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുക. ഈ വരുന്ന അമിനോ ആസിഡിനെയൊക്കെ
പെപ്റ്റൈഡ് ബോണ്ട് വഴി കൂട്ടിച്ചേർത്ത് രണ്ട് അമിനോ ആസിഡിന്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് വഴി അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് RNA അല്ലെങ്കിൽ റൈബോസോം ആണ്. ആ റൈബോസോമിൽ കാണുന്ന RNA ആണ് റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ ആണ് ഈ അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുക. അസംബ്ലിംഗ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻടു പ്രോട്ടീൻ, അതാണ് rRNA അല്ലെങ്കിൽ റൈബോസോമിന്റെ ഫംഗ്ഷൻ. ഓക്കേ ആണല്ലോ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ mRNA, rRNA and tRNA ഫംഗ്ഷൻ. mRNA ആയിട്ട് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഏതൊക്കെയാണ് അമിനോ ആസിഡ്? ഫസ്റ്റ് ഏത് അമിനോ ആസിഡ് വരണം, സെക്കൻഡ് ഏത് അമിനോ ആസിഡ് വരണം, തേർഡ് ഏത് അമിനോ ആസിഡ് വരണം, അങ്ങനെ മെസ്സേജ് കൊണ്ടുവരുന്നു. മാത്രമല്ല ഇതിനുള്ള ടെംപ്ലേറ്റ് ആയിട്ട് ആക്കി. നമുക്കറിയാലോ ടെംപ്ലേറ്റ് എന്താണ്? നമ്മൾ DNA സിന്തസിസും RNA സിന്തസിസും പറഞ്ഞു. ടെംപ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഏതിൽ നിന്നാണ് വേറൊരു സാധനം ഉണ്ടാകുന്നത്? DNA നിന്ന് അടുത്ത സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. അതുപോലെ DNA നിന്ന് RNA ഉണ്ടാകുന്നത്. അതുപോലെ RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ സ്ട്രാൻഡ്, അതാണ് അതിന് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ് ആയിട്ട് അയക്കുന്നത് mRNA ആണ്. ട്രാൻസ്ഫർ RNA അമിനോ ആസിഡിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വരുന്നവരാണ് tRNA and rRNA. അമിനോ ആസിഡിനെ അസംബിൾ ചെയ്ത് കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആളാണ് rRNA. അപ്പൊ എല്ലാ RNAയുടെ ഫംഗ്ഷനും പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ് എല്ലാ RNAയുടെയും ഫംഗ്ഷൻ. tRNA ആണ് അഡാപ്റ്റർ മോളിക്യൂൾ എന്നുള്ളതാണ് പറയുന്നത്. tRNA അഡാപ്റ്റർ മോളിക്യൂൾ ടൈപ്പ് ചെയ്യുന്നു. എന്താ അഡാപ്റ്റർ? രണ്ട് മൂന്ന് പേരെ തമ്മിൽ കണക്ട് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഒരു ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ tRNA കണക്ട് ചെയ്യുന്നത് മൂന്ന് ആൾക്കാരെയാണ്. mRNA കണക്ട് ചെയ്യും. tRNAയുടെ ഒരു പോർഷൻ കൊണ്ട് mRNA കണക്ട് ചെയ്യും. വേറൊരു പോർഷൻ കൊണ്ട് റൈബോസോമിനെ കണക്ട് ചെയ്യും. റൈബോസോമിന്റെ ഉള്ളിലാണ് rRNA ഉള്ളത്. ആ റൈബോസോമിനെ കണക്ട് ചെയ്യും. ഇനി വേറൊരു പോർഷൻ കൊണ്ട് ഈ ഗ്രോയിങ് പോളിപെപ്റ്റൈഡിനെ അല്ലെങ്കിൽ അമിനോ ആസിഡിനെ കണക്ട് ചെയ്യും. അമിനോ ആസിഡിനെ ഈ വളർന്നു വരുന്ന ഗ്രോയിങ് പോളിപെപ്റ്റൈഡിനെ കുറെ അമിനോ ആസിഡ് കൂടിച്ചേർത്തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിപെപ്റ്റൈഡ്. കാര്യം രണ്ട് അമിനോ ആസിഡിലേക്കുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ്. അങ്ങനെ കുറെ പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്തിരുന്ന നമ്മളെ വിളിക്കുന്ന പേരാണ് പോളിപെപ്റ്റൈഡ്. ഈ ഗ്രോയിങ് പോളിപെപ്റ്റൈഡിനെ ശരിക്കും പ്രോട്ടീൻസ് അമിനോ ആസിഡ് കൂടിച്ചേർന്ന് നമ്മൾ അതിനെ പ്രോട്ടീൻ നല്ല വിളിക്കുക, പോളിപെപ്റ്റൈഡ് എന്നാണ്. ഈ പോളിപെപ്റ്റൈഡ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചല്ലോ. പ്രൈമറി ഫോൾഡിംഗ്, സെക്കൻഡറി ഫോൾഡിംഗ്, ടെർഷറി ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ പ്രോട്ടീൻ എന്ന് വിളിക്കുകയുള്ളൂ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സ്ട്രക്ചർ ഒക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ പ്രോട്ടീൻ എന്ന് വിളിക്കുകയുള്ളൂ. ഇത് പ്രൈമറി ഉണ്ടായി വരുന്നത് പ്രൈമറി സ്ട്രക്ചറിലാണ്. അമിനോ ആസിഡ് ചേർന്നിരിക്കുന്നതിനാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പ്രൈമറി സ്ട്രക്ചറിലാണ് ഒരു പ്രോട്ടീൻ ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ പ്രോട്ടീൻ നല്ല വിളിക്കുക, പോളിപെപ്റ്റൈഡ് എന്നാണ് നമ്മൾ ജനറലി വിളിക്കുക. അപ്പൊ ഇവരെ മൂന്ന് പേരെയാണ് ഈ tRNA കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. ഒരിക്കലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് പറയുന്നതാണ്. ഒരിക്കലും അമിനോ ആസിഡിന് ജനറ്റിക് കോഡിനെ റീഡ് ചെയ്യാൻ കഴിയില്ല. അമിനോ ആസിഡും കോഡും തമ്മിൽ, ജനറ്റിക് കോഡും തമ്മിൽ യാതൊരു കോംപ്ലിമെന്റാരിറ്റി ഇല്ല. There is no complementarity exists between amino acid and genetic codon. Okay ആണല്ലോ. There is no complementarity exists between amino acid and genetic codon. ഒരിക്കലും അമിനോ ആസിഡിന് ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള എബിലിറ്റി ഇല്ല. അമിനോ ആസിഡിന് ഒരിക്കലും ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. അങ്ങനെ അമിനോ ആസിഡിന് ജനറ്റിക് കോഡിനെ റീഡ് ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു tRNA മോളിക്യൂൾ വന്നത്. അപ്പൊ tRNA മോളിക്യൂൾ വരാനുള്ള കാരണം ഇതാണ്. അമിനോ ആസിഡിന് ജനറ്റിക് കോഡോണിനെ മെസഞ്ചർ RNAയുള്ള ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിനില്ല, അതിനുള്ള കഴിവില്ല. കാര്യം എന്നാൽ mRNAയും അല്ലെങ്കിൽ കോഡോണും അമിനോ ആസിഡും തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി ഇല്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ tRNAയുടെ ആവശ്യം വരുന്നത്. അഡാപ്റ്റർ മോളിക്യൂളിന്റെ ആവശ്യം വരാനുള്ള കാരണം അതാണ്. അമിനോ ആസിഡിന് ജനറ്റിക് കോഡോണിനോട് കോംപ്ലിമെന്റാരിറ്റി ഇല്ല എന്നതാണ്.